ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പകൽ ദൈവസന്നിധിയിൽ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് വായിക്കുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു അവനെ അകത്ത് കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകതയെ പറ്റി ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പക്ഷവാതം പിടിച്ച ഒരു വ്യക്തിയെ, നടക്കുവാൻ കഴിയാത്ത, ഇരുപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കിടക്കയോടെ യേശുവിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന ചില വ്യക്തികളെ പറ്റി കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, യേശുവിന് മുമ്പിൽ ഒരു വിഷയം കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ ശ്രദ്ധയിൽ നമ്മുടെ വിഷയത്തെ അവതരിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, തീർച്ചയായും ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഒരിക്കൽ ഭർത്യമായി യേശുവിന്റെ ആ പാദചലനം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. പലരും അവനെ ശാസിച്ചിട്ടും അവൻ ഉച്ചത്തിൽ തുടർന്ന് വിളിക്കുന്നതായി കാണും. തൻ്റെ ഭാഗത്ത് നിന്ന് താൻ ഒരു പരിശ്രമം നടത്തുകയാണ്. അപ്പോൾ യേശു നിന്ന്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്ന് ചോദിക്കും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കണമേ, ഇവിടെ ഒരു പക്ഷവാത രോഗിയെ 4 ആൾ ചുമന്ന് യേശുവിന് മുമ്പിൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ ശ്രദ്ധ ആകർഷിപ്പാൻ അവർ ശ്രമം നടത്തുകയും, അവിടെ ഒരു ഭർത്യമായി തന്നെ ആകും നിലയിൽ താൻ ഉച്ചത്തിൽ കരഞ്ഞ് യേശുവിന്റെ ശ്രദ്ധയിലേക്ക് തൻ്റെ ബലഹീനതയെ അവതരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു പോകുന്നുവെങ്കിലും നമ്മുടെ ആ പ്രതിസന്ധിയെ, ആ കഷ്ടതയെ, ഞെരുക്കത്തെ, രോഗത്തെ, ഭാരത്തെ, മാനസിക സമ്മർദ്ദങ്ങളെ യേശുവിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരുവാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നുവെങ്കിൽ, നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ പ്രിയപ്പെട്ടവർ ഒരു പരിശ്രമം അവരുടെ ഭാഗത്ത് നടത്തി. വിശ്വാസം അവരുടെ അകത്തുണ്ട്. ഇന്ന് പലരുടെ അകത്തും വിശ്വാസമുണ്ട്. പക്ഷേ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് പരിശ്രമം നടത്തുന്നില്ല. അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യേശു സൗഖ്യദായകനാണ്, യേശു വിഷയങ്ങൾക്ക് വിടുതൽ നൽകുന്നവനാണ്, യേശു എല്ലാമാണ്. പക്ഷേ ഒരിക്കൽ പോലും തങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ, എല്ലാ എങ്കിൽ ആ വിഷയം കർത്താവിന് മുമ്പിൽ വെച്ച് അതിൽ നിന്ന് ഒരു വിമുക്തി പ്രാപിപ്പാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നില്ല. മദ്യപാനികൾ മദ്യപാനത്തിൽ നിന്നും, പുകവലിക്കുന്നവർ ആ നിലയിൽ നിന്നും, മയക്കുമരുന്നടിമയായവർ ആ നിലയിൽ നിന്നും പുറത്തു വരുവാൻ ഒരു ശ്രമം നടത്താത്തതുപോലെ, വിശ്വാസമുണ്ട് എന്ന് പറയുന്ന പലരും ആ വിശ്വാസത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കാണുവാൻ സാധിക്കാത്ത ഒരു നിലയിൽ ഇവിടെ ഈ പ്രിയപ്പെട്ടവർ ഈ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു പരിശ്രമത്തെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇതിന്റെ പുറകിലുള്ള വിഷയം, അവർ വിശ്വാസത്തെ പ്രകടമാക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നാം അത് പ്രവൃത്തി മേഖലകളിൽ കാണിക്കുന്നില്ല എങ്കിൽ, ആ വിശ്വാസത്തെ പറ്റി അപ്പോസ്തലൻ പറയുന്നത് ആ വിശ്വാസം നിർജീവമാണ്. എന്നാൽ പ്രകടമാകുന്ന ഒരു വിശ്വാസം ഈ ദിവസങ്ങൾ നമുക്ക് അനിവാര്യമായിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നാം എന്തെങ്കിലും പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തുള്ള വിശ്വാസം നമ്മുടെ വിഷയത്തെ ചുമക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അകത്തുള്ള വിശ്വാസം, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയത്തക്ക നിലയിൽ ഇത് പ്രകടമായി തീരുവാൻ ഇടയാകട്ടെ. നമ്മുടെ അകത്തുള്ള വിശ്വാസം യേശുവിൻ്റെ വസ്ത്രത്തൊങ്ങലിൽ തൊട്ടതായ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ അകത്ത് പ്രകടമാകുവാൻ ഇടയാകുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ
കടന്നു വന്ന് ദൈവത്തോട് ചോദിക്കുന്ന നിലയിൽ നമ്മെ ഉയർത്തുവാനും അത് പ്രകടമാക്കുവാനും തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആരും കാണാത്ത വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സംഭവത്തിന്റെ 19 വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: പുരുഷാരം ഹേതുവായി അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ കൂടി വന്ന ഒരു വ്യക്തികൾ പോലും ചിന്തിച്ചു കാണുകയില്ല. ഒരു പക്ഷേ ആ വീടിന്റെ ഉടമസ്ഥൻ പോലും ചിന്തിച്ചു കാണുകയില്ല, ഞങ്ങളുടെ വീടിന്റെ മേൽക്കുര പൊളിച്ച് ആ പക്ഷപാതക്കാരനെ അകത്തളത്ത് നിൽക്കുന്ന യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി വയ്ക്കുമെന്ന്. എന്നാൽ അവരുടെ ആരുടെയും മനസ്സിൽ തോന്നാത്ത ഒരു വഴി, യേശുവിന് മുമ്പിലേക്ക് കടന്നു വരണമെന്ന് ശ്രമം നടത്തിയ, ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച്, അത് സാമുദായികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ശ്രമം നടത്തിയ ഈ വ്യക്തിയുടെ മുമ്പിൽ ആരുടെ ഹൃദയത്തിലും ആരുടെ മനസ്സിലും തോന്നാത്ത ഒരു വഴി തെളിഞ്ഞു വരികയാണ്. ഇതൊരു ദൈവ പ്രവൃത്തിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, നമ്മുടെ ഉറമയുള്ള കണ്ണുകളിൽ നോക്കുമ്പോൾ, ഒരു വഴിയും പ്രകടമായി നമ്മുടെ മുമ്പിൽ വരുന്നില്ല. ഒരു വഴിയും സാധ്യതകളും. ഇവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ ഇസ്രായേലിന്റെ മുമ്പിൽ വഴികളൊന്നും കാണുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്ന മോശെ തന്റെ വഴി നീട്ടുമ്പോൾ ആ സമുദ്രത്തിന്റെ അടിയിൽ നിന്നും അവർക്കായി ഒരു വഴി തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരും കാണാതെ കിടക്കുന്ന, മൂടി കിടക്കുന്ന ചില വഴികളെ തുറന്ന് തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. എപ്പോഴാണ് അത് സാധ്യമാകുന്നത്? നമ്മുടെ വിശ്വാസം പ്രകടമായി തീരുമ്പോൾ, അത് പ്രവൃത്തി മേഖലകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം ചില വഴികൾ തുറന്ന് അവർക്ക് കൊടുക്കുകയാണ്. വിശ്വാസത്തോടെ മോശെ തൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ 2 വിഭാഗിച്ചു. വിശ്വാസത്തോടെ പുരോഹിതന്മാർ പെട്ടകം ചുമന്ന് തങ്ങളുടെ കാലുകൾ യോർദാൻ നദിയിൽ ചുവട്ടിയപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ ഒഴുക്ക് നിന്ന് അവരുടെ മുമ്പിൽ യോർദാൻ 2 വിഭാഗിച്ചു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ഈ ദിവസങ്ങൾ ചില സ്റ്റെപ്പുകൾ ദൈവസന്നിധിയിൽ വെക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നാം കടന്നു വരുന്നുവെങ്കിൽ, ആരും കാണാത്ത ചില വഴികളെ, ചില പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതൽ, ഒരു വൈദ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത നിലയിലുള്ള രോഗശാന്തി, ഒരു അത്ഭുത പ്രവൃത്തി, അത് നിങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ, തലമുറകളുടെ ബന്ധത്തിലൊക്കെ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ദൈവമാണ്. ചില പ്രത്യേക വഴികൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ തുറന്നു വരട്ടെ. ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് തുറന്നു വരട്ടെ. അതിനായി ഈ ദിവസങ്ങൾ എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു വന്നാട്ടെ. നിങ്ങൾ എടുക്കുന്ന എഫർട്ടിന് തീർച്ചയായും ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകും.